ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യലി ഈന്തപ്പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്കൊരു ബോൾ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ബാറ്റർ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 120 ml കപ്പോളം മൈദപ്പൊടി എടുക്കാം. പിന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, അതുപോലെ 1/4 ടീസ്പൂണോളം ഉപ്പ്, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ലൂസ് രൂപം ഉണ്ടാവരുത്, നമുക്ക് നല്ല തിക്ക് രൂപത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ. എന്നാലേ ഉള്ളൂ നമ്മുടെ എണ്ണയിലൊക്കെ ഇട്ടാൽ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവിൽ ചെറുതായിട്ടൊരു മധുരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു കൺസിസ്റ്റൻറ്റിയിലായിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്റർ. ഇനി നമുക്കൊരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്തോറാണ് നന്നായിട്ട് നമ്മുടെ സ്നാക്സ് അടിപൊളിയായിട്ട് റെഡിയാക്കി കിട്ടുള്ളൂ. ഇനി അപ്പോഴേക്കും നമ്മുടെ ഈന്തപ്പഴമൊക്കെ എടുക്കാം. 15ഓളം ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നട്ട്സ് വെക്കാം, എന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. ഞാനിവിടെ നിലക്കടയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിലും അതും വെക്കാം, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും വെക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും നമുക്ക് സ്കിപ്പ് ചെയ്യാം, വെറുതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൽ കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ നിലക്കടല നമുക്ക് ഇതിൽ ഫിൽ ചെയ്യാം. ഇനി നമുക്ക് കവർ ചെയ്യാം കേട്ടോ. നമ്മൾ പഴയ ഈന്തപ്പഴം പോലെ തന്നെ നമുക്ക് ആക്കി കവർ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം അത് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതുപോലെ നല്ല ഹാർഡായിട്ടുള്ള ഈന്തപ്പഴം എടുക്കരുത്, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കണം. നമ്മളിത് ചെയ്ത് വരുമ്പോഴേക്കും വീണ്ടും സോഫ്റ്റായി കിട്ടും. കുറച്ച് നമ്മൾ ഹാർഡല്ലാത്ത ഈന്തപ്പഴം വേണം കേട്ടോ മേടിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ബാറ്ററിലോട്ട് നമ്മുടെ ഈന്തപ്പഴം നിറച്ചത് ഇട്ട് കൊടുക്കാം. ഇനി സ്പൂണിൽ തന്നെ നമുക്കിങ്ങനെ കോരിയിട്ട് എണ്ണയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ വെക്കാം, ഏത് ഓയിലും വെക്കാം കേട്ടോ. അപ്പോൾ ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈന്തപ്പഴം മുക്കി ഇങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിം ആക്കി ഇടാം കേട്ടോ. എന്നാലുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അകത്ത് നമ്മുടെ ഈന്തപ്പഴം ഉണ്ട്, പക്ഷെ പുറത്ത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലൊരു ബ്രൗൺ കളറായി വരിക്കുമ്പോൾ നമുക്കിത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ എണ്ണയൊന്നും പിടിക്കാത്ത നല്ലൊരു സ്നാക്സാണിത്. പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും അതിലേറെ സൂപ്പറാണ്. ഇത് ചെറിയൊരു ചൂടോട് കൂടി കഴിക്കാവുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇഫ്താറിനൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് മുന്നേ ചെയ്തെടുത്താൽ മതി. നമുക്ക് അത്ര ഈസി ആണല്ലോ, അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. കണ്ടോ, അകത്തൊക്കെ നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് രൂപമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നട്ട്സും ഒക്കെ കൂടി കടിക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും ഈ സ്നാക്സിനെ കുറിച്ച്, പക്ഷെ അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അവർക്ക് വേണ്ടി ഒരുപാട് ഇത് യൂസ്ഫുൾ ആവും. കാരണം ഇത്രയധികം ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് അങ്ങനെ അറിയാൻ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയും ഈ വീഡിയോയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാല്ലാ വീണ്ടും ഒരു ഉഷാറ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.